അപ്പോൾ എല്ലാവരുടെയും നമ്മുടെ ദേവാലയത്തിലെ ട്രസ്റ്റി സെക്രട്ടറി, നമ്മുടെ പ്രധാന ശുശ്രൂഷകൻ നമ്മോടൊപ്പം ഉണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മുടെ അധ്യാപകര്, മാതാപിതാക്കന്മാര് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പ്രിയപ്പെട്ട അഖിലക്ഷനും ഞാനും ഒരുമിച്ച് ഈ കൊടിയുയർത്തൽ നടത്തുകയാണ് കേട്ടോ. ഓക്കെ. ആഹാ പരിപാടിയാണ് JSPTS. അതുകൊണ്ട് ഇനി വരുന്ന പദ്ധതിമായി 4 ദിവസങ്ങൾ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. സന്തോഷപ്പോൾ സന്തോഷിപ്പിൽ പ്രാർത്ഥിപ്പിക്കുന്ന ദൈവം നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ ദിവസങ്ങൾ സന്തോഷമായിട്ടിരിക്കണം, പഠിക്കണം, വേദവാക്യങ്ങൾ പഠിക്കുകകൂടി വേണം. കേൾക്കിരിക്കുക മാത്രമല്ല, അതിനോടൊപ്പം നമ്മുടെ ദൈവത്തിന്റെ വചനങ്ങൾ പഠിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. കാലാവസ്ഥ എല്ലാം മോശമാണ്. എന്നിരുന്നാലും എല്ലാം ദൈവം നടത്തിക്കൊള്ളുന്നുള്ള ഉത്തമ വിശ്വാസമാണുള്ളത്. കൂടുതൽ സമയം ക്ലാസ്സുകൾ ശ്രദ്ധിക്കാൻ ശേഷം പുറത്തൊക്കെ ഇറങ്ങി നടക്കരുത്. കൂടി പള്ളിയിൽ ഇങ്ങനെ ഓടി നടക്കാതെ നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ്സുകൾക്ക് ഇരിക്കണം. പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. വെള്ളത്തിന് യാതൊരു ഷോർട്ടേജും ഇല്ല. നിങ്ങൾ വെള്ളം കുടിച്ചോ. നിങ്ങൾ നാളെ തൊട്ട് വെള്ളം കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരികയും ചെയ്യും. വീട്ടിൽ നിന്ന് വാട്ടർ ബോട്ടിൽ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുപോകും. ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സന്തതികളാണ്. പ്രോമിസ്. കഴിഞ്ഞ പങ്കെടുത്ത ആൾക്കാരെ കൈകൊണ്ടു. കഴിഞ്ഞ വർഷം പങ്കെടുത്ത ആൾക്കാർ കഴിഞ്ഞ വർഷത്തെ ചിന്താവിഷയം ആർക്കും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷത്തെ ചിന്താവിഷയം ആർക്കും ഓർമ്മയുണ്ടോ? ഉണ്ടോ? മറന്നുപോയോ? മറന്നുപോയി. നാളെ ഓർമ്മിച്ച് വരും. നാളെ എനിക്ക് പറഞ്ഞാൽ ഇത് പറയണ്ട കേട്ടോ. നാളെ എനിക്ക് പറയണം കഴിഞ്ഞ വർഷത്തെ ചിന്താവിഷയം. ഈ വർഷത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് നാം ഭാരതത്തിന്റെ സന്താനങ്ങളാണ്. പ്രോമിസ്. അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. പുതിയ നിയമ പുസ്തകത്തിലെ 9-ാമത്തെ പുസ്തകമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. പുതിയ നിയമ പുസ്തകത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവർത്തികൾ, പിന്നെ റോമർക്ക് എഴുതിയ ലേഖനം, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, അതിനുശേഷമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം വരുന്നത്. അതിൽ 6 അധ്യായങ്ങളാണുള്ളത്. അതിനകത്ത് എത്ര വാക്യം? ഈ 6 അധ്യായങ്ങളിൽ കൂടി മൊത്തം എത്ര വാക്യങ്ങളുള്ളതാണ് എനിക്ക് പറയണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായങ്ങളാണ്. ഈ 6 അധ്യായങ്ങളിൽ കൂടെ മൊത്തം എത്ര വാക്യങ്ങളുണ്ടെന്നാണ് എനിക്ക് പറയാം. ഇന്ന് പലരും കൈ വീശിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെയല്ല. നാളെ വരുമ്പോൾ നിങ്ങളുടെ ബുക്കുണ്ടാകണം. ഓരോ ദിവസമുള്ള പല വാക്യങ്ങൾ എഴുതാനും പഠിക്കാനുമൊക്കെ ബുക്കും കിട്ടുന്നതല്ല. പിന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭദ്രാസനത്തിന്റെ ഡയറക്ടർ, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ, സെക്രട്ടറി തുടങ്ങിയ ആൾക്കാരൊക്കെ ഇവിടെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ നിങ്ങളുടെ വർക്ക് ബുക്കുകൾ, നോട്ട് ബുക്കുകളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് മോശമാണ്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ദിവസങ്ങൾ സന്തോഷത്തിന്റെ ദിവസങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. സ്വാഗത പ്രസംഗമാണ്. ഡയറക്ടർ പറഞ്ഞമാരി കൂടുതൽ ദീർഘിപ്പിച്ച് ദൈവം അതിനൊക്കെ സംരക്ഷിച്ചു എന്നുള്ളത് പറയാം. അല്ലെ അപകടത്തിൽ അതിനെ സംരക്ഷിച്ചു. അല്ല നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ആരും മുടക്കവും വരുത്തിയിട്ടില്ല. ഇന്നും നമ്മളോടൊപ്പം അച്ഛനുണ്ട്. അച്ഛന് കാര്യങ്ങളിലേക്ക് ചെറുപ്പമാണ്. പിന്നെ പുതിയ ആശയങ്ങൾ ഐഡിയ കഴിച്ചുകൊണ്ട്
സന്തോഷിപ്പിക്കുന്ന ഈ വസ്തുക്കൾ അച്ഛനെ വളരെ ബഹുമാനത്തോടെ ആദരവോട് വിശാലം ചെയ്യും. അഖിലച്ചൻ തമ്മിൽ ദൈവയോഗമായിട്ട് കണക്കാക്കുന്നു. നമ്മുടെ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. അഖിലച്ചന് EVS-ന്റെ ക്ലാസുകളായിട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വന്ന അച്ഛനാണ്. അച്ഛനും ഈ EVS നല്ലൊരു പങ്ക് വഹിക്കാറുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അച്ഛൻ്റെ സേവനത്തിൻ്റെ ശുശ്രൂഷകൾ അച്ഛൻ്റെ ഈ ക്ലാസുകളൊക്കെ ഉറപ്പാക്കിയിട്ട് നടത്തുന്നുണ്ടെന്നും എനിക്ക് ഉറപ്പുണ്ട്. അച്ഛൻ വന്നതിനോട് സന്തോഷമുണ്ടെന്നും തുടർന്ന ദിവസങ്ങളിൽ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അപേക്ഷിക്കുന്നു. അച്ഛനോട് പ്രതി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എവിടെയും തന്നെ ഞാൻ അവരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ട്രസ്റ്റി ജോൺ, സെക്രട്ടറി ജോൺ കെ ജോൺ, അജിൻ പി ജേക്കബ് അക്കൗണ്ടന്റ്, ഇവരൊക്കെ വീണ്ടും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം നമ്മൾ വീണ്ടും അരക്കെട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും തുടർച്ചയായിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരേ പദവിയിൽ തന്നെ നമ്മുടെ ഭാരവാഹികൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതും ദൈവനിയോഗമാണ്. നമ്മുടെ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂളിൽ എല്ലാ കാര്യങ്ങളും എന്ത് പഠിപ്പിക്കും? നിങ്ങൾ പറഞ്ഞ ഇവിടെ ഉപയോഗിക്കും. നിങ്ങൾ അതിനെ സ്വാഭാവികമായിട്ടില്ല ഈ വർഷം ആയിരിക്കും. അപ്പോൾ നന്നായി. അപ്പോൾ അവിടെ അതേ സാധനങ്ങൾ പറയുമ്പോൾ നമുക്ക് 4 വരി മാത്രം പറയാം. അത് ഇവരെ നിങ്ങൾ ഡാൻസ് പഠിപ്പിക്കേ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഒറ്റ വാക്കേ ഉള്ളൂ. 4 വരിയും കൂടെ. ഓക്കെ, ഒറ്റ വരിയുള്ളൂ. Ding ding dang, ding ding dang, E-I-E-O. Pariyan. Ding ding dang, ding ding dang, E-I-E-O. Pariyan. Ano pariyan? Ding ding dang, ding ding dang, E-I-E-O. Ding ding dang, ding ding dang, E-I-E-O. ഇവര് വീഡിയോസിലൊക്കെയാണോ വന്നത്? ഇവിടെ വീഡിയോസിലാണ്. നേരത്തെ പേര് വേണ്ട. ക്രിസ്ത്യൻ അറിയില്ല. ഈ ശ്വാസം കിട്ടുന്നില്ല. അത്ര പേരുണ്ടോ? അതാ ക്രിസ്ത്യൻ. പിന്നെ പേര് ആണോ? ക്രിസ്ത്യൻ. ഹാപ്പി ടു സീ. അതിന്റെ പേര് ജോർജ്. ജോർജ് ആഷ്ലി സാരിയോ സിയാൻ ഷാരോ ജെറി സിബയോ ജോർജ് ജോബൻ ജോഫിൻ നിവിൻ ബിന്ദോ എദറിൻ ജോയൻ ബിനോ ഇത്രയും ചെറുതായി നമ്മൾ ഇപ്പൊ ആക്ഷൻ കാണിച്ചാൽ പോണേ. ഓക്കെ. Ding ding dang, ding ding dang, E-I-E-O. പഠിക്കോ? Ding ding dang, ding ding dang, E-I-E-O. Ding ding dang, ding ding dang, E-I-E-O. Jangan. Ding dang, ding ding dang, ding ding dang, E-I-E-O. Ding ding dang, ding ding dang, E-I-E-O. Ding ding dang, ding ding dang, E-I-E-O. പഠിച്ചല്ലോ. പിന്നെ ആക്ഷൻ കാണിച്ചാലോ അത് നിങ്ങൾക്ക് പറഞ്ഞു. പാടണേ.
പുതിയൊരു അക്ഷരം ജി ജി. എടാ സൈൻ നല്ല പേരാണ്. കാണിച്ചെടുക്കാലോ. എടാ ഈ കുടുംബമാരെ സൈനിക കാണിക്കല്ലോ. ശബോനെ നീ പറയാം. 1 2 3 ജി ജി ജാങ് ജി ജി ജാങ്. One, two, three, four. Zig zig zag, zig zig zag. One, two, three, four. Zig zig zag, zig zig zag. Yeah, oh, ready. One, two, three, four. One, two, three, four. Zig zig zag, zig zig zag. നമുക്ക് എല്ലാവരും കൂടെ റെഡിയാണോ? കാണിക്കുന്നത് കേൾക്കുന്നത്. 1 2 1 2 3 4. Zig zig zag, zig zig zag. Zig zig zag, zig zig zag. Zig zig zag, zig zig zag. അപ്പൊ അതുപോലെ നമ്മൾ 1 2 3 4. Zig zig zag, zig zig zag. Zig zig zag, zig zig zag. അപ്പൊ ഇത് ശരിക്കും റെഡിയാവുമെന്ന് പറഞ്ഞേ. റെഡിയാണോ?
സന്തോഷമായോ? സന്തോഷമായോ? ആ, അപ്പോൾ ഇപ്പോഴത്തെ തീം എന്താണെന്നറിയോ? ചിന്താവിഷയം. ഞാൻ വാഴ്ത്തലിന് സംസാരിക്കണോ? ഞാൻ വാർത്തകത്തിന്റെ സംസാരിക്കണോ? ചെയ്യണോ? പ്രോമിസ് അല്ലേ? ആണോ? സത്യം പറ. പള്ളിക്കാൻ കള്ളം പറയരുതേ, കള്ളം പറയരുതേ. സന്താനങ്ങളാണോ? ആരെ സന്താനങ്ങളാണ്? ബിജുവിന്റെ സമയത്ത് ദൈവത്തിന്റെ സന്താനങ്ങളാണോ? ആണല്ലോ അല്ലയോ? ആണല്ലോ അല്ലയോ? കൂട്ടുകാരോട് എപ്പോഴായിരുന്നില്ലയോ? അപ്പായും അമ്മയും പറയുന്നത് കേൾക്കാതിരിക്കുന്നില്ലയോ? ഇല്ലയോ? പള്ളിയിൽ അച്ഛൻ്റെ സമയത്ത് കുർബാനി വെറുതെ പറഞ്ഞാൽ പുറത്തൊക്കെ എഴുന്നേറ്റ് എപ്പോഴാ വരുന്നത്? സൺഡേ സ്കൂളിൽ ടീച്ചർ ഓർഡർ ചെയ്യുന്നത് വരുമെന്ന് പറഞ്ഞാൽ വരുമോ? കുറെ അച്ഛന്മാർ വരുമോ? നിങ്ങൾ നല്ലോട്ടോ, നിങ്ങൾ സൂപ്പറാണ്. നിങ്ങൾ വെറുതെ ചെയ്തു, നിങ്ങൾ വെറുതെ ചെയ്തോ. അപ്പൊ ഇതാണ് നമ്മുടെ തീം. നാം വാർദ്ധക്യത്തിന്റെ സന്താനങ്ങൾ, സന്തതികൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളല്ലയോ? അപ്പൊ വിവിധത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലയോ? വിശമാകായിരുന്നത് പോലെ നാം എല്ലാവരും എന്താണ്? വിവിധത്തിന് നമ്മളിവിടെ നിർത്തണോ? എന്തോ വിവിധത്തിൽ പറഞ്ഞു? എന്റെ വിവിധം ചെയ്യുന്നത് കേട്ടില്ല അച്ഛാ. അച്ഛൻ എന്താ പറയുക? അച്ഛൻ പറഞ്ഞതല്ലേ വളരെ ഒരു ചിന്തിക്കാനും വെച്ചപ്പോഴത്തേക്ക് അറിയാൻ പോയി അല്ലയോ? അപ്പൊ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളല്ലയോ? അപ്പൊ അതിനനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കണ്ടായോ? വേണ്ടായോ? അല്ലേ? എന്തോ കിട്ടണ്ട വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരാൻ നല്ല രീതിയിൽ അവിടെ അടിയുണ്ടാക്കുന്നത് മക്കളാണോ? ഇപ്പൊ വാർദ്ധക്യത്തിന്റെ സന്ധികളായി തീരാൻ വേണ്ടി ആണെന്ന് എന്ത് ചെയ്യണം? നല്ല പിള്ളേരായിട്ട് ജീവിച്ച് നമ്മൾ ദൈവത്തോട് കാത്തിരിക്കണമല്ലോ. ഒരു കാര്യം പ്രത്യേകം ഓർത്തുള്ളത്, നമ്മുടെ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു. ആരാറിയോ? ഇസ്രായേൽ മാൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്നലെ ഞാൻ ഇവിടെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ സംസാരിച്ചിരിക്കുന്ന വഴിക്ക് ഭയങ്കര പറഞ്ഞു, കുണ്ടപ്പള്ളിയിലെ കുട്ടികൾക്ക് വീഡിയോസ് കൊടുക്കുകയാണ്, യേശുദീസ് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പിള്ളേരോട് എന്തോ പറയേണ്ടത് എന്ന് ഞാൻ ഇവിടെ ചോദിച്ചു. ആരാണെന്നറിയോ? APJ അബ്ദുൽ കലാം. നിങ്ങൾക്കറിയാം? വേണമെങ്കിൽ ഫോൺ വിളിച്ചു തരണോ? വിശ്വാസിക്കൂടെ? ഇല്ലയോ? അച്ഛാ ഏതോ ആളുകളെ എന്തോട് കഴിയുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ആശ്വാസം പറയാൻ നടക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം കൂടുതൽ പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ എപ്പോഴും സ്വപ്നം കാണും. എന്തിനാണ് ടീച്ചർമാർ പഠിപ്പിക്കുന്ന സ്വപ്നം കാണും അല്ലേ? ദൈവത്തിന്റെ സ്വപ്നം കാണുന്നുണ്ടോ? അല്ലേ? അപ്പം എപ്പോഴും സ്വപ്നം കാണും. പക്ഷെ ഈ സ്വപ്നങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഡ്രീം നമ്മൾ മാക്സിമം അത് പേഴ്സീവ് ചെയ്യാനായിട്ട്, അതിനെ അച്ചീവ്
കഷ്ടപ്പെടണം. അതിനുപരി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? എന്താ ചെയ്യേണ്ടതെന്നറിയോ? പ്രാർത്ഥിക്കണമല്ലോ. അപ്പൊ നമ്മുടെ ഈ പാവപ്പെട്ട ചേട്ടന്മാരുടെ ആഗ്രഹം പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേക്കാൻ. നമുക്ക് എഴുന്നേറ്റാലോ? പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റാലോ? നമ്മൾ പാടില്ല. അപ്പൊ നമ്മൾ എഴുന്നേറ്റാലോ? അപ്പച്ചന്മാരെ
പാടുന്നത്. ഓക്കെ, സ്റ്റാർട്ട്.
കുഞ്ഞേ കുഞ്ഞേ ഓടല്ലേ കുഞ്ഞേ 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 ഓടല്ലേ ഓടി ചാടി പോകല്ലേ കുഞ്ഞേ കുഞ്ഞേ ഓടല്ലേ ഓടി ചാടി പോകല്ലേ സാത്താന്റെ ഒരു തന്ത്രത്തിൽ ഓടിച്ചെന്ന് വീഴല്ലേ സാത്താന്റെ ഒരു തന്ത്രത്തിൽ ഓടിച്ചെന്ന് വീഴല്ലേ തിന്തകത്താര തകരി തിന്തകത്താര തിന്തകത്താര തകരി തിന്തകത്താര ദൈവത്തിൻ കുഞ്ഞായി ചേർന്നു നടന്നാലോ തേജസ്സേറിയാം വിശുദ്ധമാം ദൈവത്തിൻ കുഞ്ഞായി ചേർന്നു നടന്നാലോ തേജസ്സേറിയാം വിശുദ്ധമാം